നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ത്യാഗസ്മരണകൾ പങ്കുവച്ച് വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമായി വിശ്വാസികൾ ആഘോഷത്തിന്റെ നിറവിൽ. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തരത്തിൽ കൺട്രോൾ റൂം സജ്ജമാക്കുമെന്നും ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും ഉറപ്പാക്കും. അഴീക്കോട് 2 ഇടങ്ങളിൽ മോഷണം. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. അഴീക്കോട് പുത്തൻപള്ളിക്ക് സമീപം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത്. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണകൾ പങ്കുവച്ച് വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമൊക്കെയായി വിശ്വാസികൾ ആഘോഷത്തിന്റെ നിറവിലാണ്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ ഭേദിച്ച വിശ്വസാഹോദര്യത്തിന്റെ വിളംബരമായി മാറുകയാണ് ഈദ് ആഘോഷം. കൊടുങ്ങല്ലൂരിലെ പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് MIT ടൗൺ ജുമുഅ മസ്ജിദിൽ നടത്തിയ സൗഹൃദ പെരുന്നാൾ നവ്യാനുഭവമായി. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ വലിയ പെരുന്നാൾ ആഘോഷ പരിപാടിയുടെ ഭാഗമായി മൈലാഞ്ചിയിടൽ മത്സരം നടന്നു. കൊടുങ്ങല്ലൂരിലെ പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് MIT ടൗൺ ജുമുഅ മസ്ജിദിൽ നടത്തിയ സൗഹൃദ പെരുന്നാൾ നവ്യാനുഭവമായി. പള്ളിക്കകത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തിരുന്ന് പെരുന്നാൾ നമസ്കാരത്തിനും അനുബന്ധ ഉദ്ബോധന പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും സാക്ഷിയാകാൻ കഴിഞ്ഞത് വൈകാരിക അനുഭവമായി അതിഥികൾ പങ്കുവച്ചു. പലരും ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഒരു മുസ്ലിം പള്ളിയുടെ അകത്ത് കയറുന്നത് തന്നെ ആദ്യമായിരുന്നു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ചന്തപുര നെടിയതളി ക്ഷേത്രം പ്രസിഡന്റും തന്ത്രിയുമായ നടുമുറി ബാബുശാന്തി, ഡോക്ടർ KP സുമേധൻ, ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ്, കവിയും നാടകപ്രവർത്തകനുമായ സുധീഷ് അമ്മവീട്, മാധ്യമപ്രവർത്തകൻ ബാബുരാജ് ഭഗവതി, ഫിലിം ഡയറക്ടർ പ്രശാന്ത് ഈഴവൻ, ചിത്രകാരൻ സുധി ഷൺമുഖൻ, വിപിൻ ദാസ്, ശ്രീനാരായണ ദർശനവേദി കൺവീനർ NB അജിതൻ, VA ശിവരാമൻ, മോഹൻകുമാർ, അസോസിയേറ്റ് ഡയറക്ടർ നെൽസൺ, ആർട്ട് ഡയറക്ടർ ഡാനി മുസ്രിസ്, ഷൈൻ കൊട്ടേക്കാട്, വേണു VP തുരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പെരുന്നാൾ നമസ്കാരത്തിനും ഉദ്ബോധന പ്രസംഗത്തിനും ഖത്തീബ് അനസ് നദ്വി നേതൃത്വം നൽകി. PD അബ്ദുൾ റസാഖ് മൗലവി സമാപനം കുറിച്ച് സംസാരിച്ചു. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിനായി സ്ഥാപിച്ച വിഷ് ബോർഡിൽ കുട്ടികളും മുതിർന്നവരും സന്ദേശങ്ങൾ പിൻ ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി കൊടുങ്ങല്ലൂർ ടൗൺ പ്രാദേശിക അമീർ ഉമർ അബൂബക്കർ, MK അബ്ദുൾ സലാം, റഷീദ് സുഫ, PK മുഹമ്മദ്, PS ഹിബത്തുള്ള, TH ഹബീബ്, PS നജീബ് എന്നിവർ നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ വലിയ പെരുന്നാൾ ആഘോഷ പരിപാടിയുടെ ഭാഗമായി മൈലാഞ്ചിയിടൽ മത്സരം നടന്നു. റിട്ടയർഡ് അധ്യാപകൻ TK മജീദ് പെരുന്നാൾ ദിന സന്ദേശം നൽകി. ഹെഡ് മിസ്റ്റർ US ജയലക്ഷ്മി, KP പ്രസ്തുതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മെഹന്തി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ, മാള. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തരത്തിൽ കൺട്രോൾ റൂം സജ്ജമാക്കുമെന്നും ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ. പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മാന്നാമംഗലം, മുരിക്കുംപാറ, മരോട്ടിച്ചാൽ, ചുള്ളിക്കടവ് പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും ഉറപ്പാക്കും. പ്രദേശവാസികളുമായും തദ്ദേശ സ്ഥാപന അധികൃതരുമായും ആശയവിനിമയം നടത്തി. പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും ചില സ്വകാര്യ ഭൂമികളിലും സാധാരണയിലും ഏറെയായി പുല്ലുകളും മറ്റ് ചെടികളും വളർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ 6 ക്യാമറകൾ വ്യത്യസ്ത ആംഗിളിൽ സ്ഥാപിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 1 ക്യാമറ മാത്രമാണുള്ളത്. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിമിതമായ ജീവനക്കാർ മാത്രമുള്ളതിനാൽ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് വനമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി കെ രാജൻ അറിയിച്ചു. സന്ദർശനത്തിൽ പഞ്ചായത്ത് അധികൃതർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അനുഗമിച്ചു. അഴീക്കോട് 2 ഇടങ്ങളിൽ മോഷണം. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു.
അഴീക്കോട് പുത്തൻപള്ളിക്ക് സമീപം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത്. കായിപ്പറമ്പിൽ ഗിരീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന് കയറിയ മോഷ്ടാവ് സ്വീകരണ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗിരീഷിന്റെ 2.5 വയസ്സുള്ള പേരക്കുട്ടിയുടെ മാലയും 2 വളകളും കവർന്നു. 2 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് കണ്ട വീട്ടുകാർ ഉണർന്നുവെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. സമീപത്തുള്ള കുഴിക്കാട്ട് ചന്ദ്രമതിയുടെ 1.25 പവൻ തൂക്കമുള്ള മാലയും മോഷ്ടാവ് കവർന്നു. ഇവിടെയും അടുക്കളവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ ചന്ദ്രമതി ഉണർന്ന് ബഹളം വെച്ചുവെങ്കിലും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഈ പ്രദേശത്ത് തന്നെ അയ്യാരിൽ മുഹമ്മദ് അലിയുടെ വീട്ടിൽ വാതിൽ കുത്തി തുറന്ന് മോഷണ ശ്രമം നടത്തി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് രാവിലെ 6:45 കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം. ഇരിങ്ങാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരികയായിരുന്ന നെമ്മി മോൾ എന്ന ബസ്സും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ 10-ലധികം പേർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഗീത നാടക അക്കാദമിയിൽ അവാർഡ് വീതം വയ്പ് ആരോപണവുമായി നാടകകാരൻ സുനിൽ ഞാറയ്ക്കൽ. വീതം വയ്പ് എന്നത് തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണെന്നും എല്ലാം സുതാര്യമാണെന്ന് സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം സഗീർ അലി. സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നാടകങ്ങൾ അവാർഡുകൾക്കായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരുപാട് ഘടകങ്ങളിലൂടെ കടന്ന് വീതം വയ്പാണ് നടക്കുന്നതെന്നാണ് പ്രമുഖ നാടകക്കാരൻ സുനിൽ ഞാറയ്ക്കൽ തുറന്നടിച്ചത്. കൈതാരം റെഡ് സ്റ്റാർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സച്ചിൻ കൈതാരത്തിന്റെ 18ാമത് ചരമവാർഷിക അനുസ്മരണ യോഗത്തിലാണ് സുനിൽ ഞാറയ്ക്കലിന്റെ അപ്രതീക്ഷിത വിമർശനമുയർന്നത്. കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗവും സംവിധായകനും തിരക്കഥാകൃത്തുമായ സഹീർ അലിയായിരുന്നു അനുസ്മരണ സമ്മേളന ഉദ്ഘാടകൻ. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമായിരുന്നു സുനിൽ ഞാറയ്ക്കലിന്റെ ഊഴം. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ബാബു ആലുവ, വിനോദ് കൈതാരം എന്നിവർ വേദിയിൽ ഇരിക്കവെയാണ് സുനിൽ ഞാറയ്ക്കലിന്റെ വിവാദ പരാമർശമുണ്ടായത്. സുനിലിന്റെ പ്രസംഗം കഴിഞ്ഞയുടനെ സഗീർ അലി വീണ്ടും മൈക്കിന് മുന്നിലെത്തി വിമർശകന് മറുപടി നൽകുകയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ വീതം വയ്പില്ലെന്നും അവാർഡ് നിർണയം വളരെ സുതാര്യമാണെന്നും ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ലക്ഷ്യമെന്നും സഗീർ അലി പറഞ്ഞു. നാടക മത്സരത്തിന്റെ ജൂറി ചെയർമാൻ ബെന്നി പി നായരമ്പലവും നാടകരംഗത്തെ പ്രതിഭാധനരായ സജിത മഠത്തിലും സുനിൽ വടകരയും മെമ്പർ സെക്രട്ടറി കരുവള്ളൂർ മുരളിയുമാണ് കമ്മിറ്റി അംഗങ്ങൾ. മികച്ച നാടകത്തെയും സംവിധായകരെയും നടന്മാരെയും ജൂറിയാണ് തെരഞ്ഞെടുക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് കാര്യങ്ങൾ വേഗത്തിലറിയാൻ സംവിധാനങ്ങളുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ സംഗീത നാടക അക്കാദമി സെക്രട്ടറിക്ക് വിയോജനക്കുറിപ്പ് എഴുതാം. സുതാര്യമായ ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ അവാർഡുകൾ വീതം വെച്ചു കൊടുക്കുന്ന രീതി കേരള സംഗീത നാടക അക്കാദമിക്കില്ലെന്ന് സഗീർ അലി പറഞ്ഞു. ചടങ്ങിൽ MA ഷാജൻ അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ബാബു ആലുവ, കൈതാരം വിനോദ് കുമാർ എന്നിവരെ ആദരിച്ചു. വിനോദ് കെടാമംഗലം, OU ബഷീർ, NB സോമൻ, KV ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, പറവൂർ. 10 കിലോ ഭാരമുള്ള മുഴ കാരണം നടക്കാൻ കഴിയാതെ വന്ന 61-കാരിക്ക് ആശ്വാസമേകി തൃശൂർ മെഡിക്കൽ കോളേജ്. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാലിൽ നിന്നും ട്യൂമർ നീക്കം ചെയ്തു. കാലിൽ തുടയോട് ചേർന്ന് അതിവേഗം വളർന്ന 10 കിലോഗ്രാം ഭാരമുള്ള ട്യൂമർ സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജാണ്. ട്യൂമർ മൂലം നടക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടിയിരുന്ന 61 വയസ്സുള്ള തൃശൂർ പുഴയ്ക്കൽ സ്വദേശിനിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. 1 മാസം മുമ്പാണ് നടക്കാൻ പോലും കഴിയാതെ കാലിൽ വലിയ മുഴയുമായി 61 വയസ്സുകാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. വിദഗ്ധ പരിശോധനയിൽ ട്യൂമറാണെന്ന് ബോധ്യപ്പെട്ടു. കാലിൽ തുടയോട് ചേർന്ന് അതിവേഗം വളർന്ന വലിപ്പമുള്ള ട്യൂമറായിരുന്നു. കൂടാതെ രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നതിനാൽ അധിക മുൻകരുതലുകൾ കൂടിയെടുത്തു. ഈ മാസം 10-ാം തീയതിയാണ് ശസ്ത്രക്രിയ നടത്തിയത്. 6 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് കാലിലേക്കുള്ള രക്തക്കുഴലുകൾ, നാഡീഞരമ്പുകൾ എന്നിവയ്ക്ക് ക്ഷതമേൽക്കാതെ 10 കിലോ തൂക്കമുള്ള മുഴ നീക്കം ചെയ്തത്. രോഗി സുഖം പ്രാപിച്ചപ്പോൾ അടുത്ത ഘട്ട ചികിത്സയ്ക്കായി റേഡിയോതെറാപ്പി വിഭാഗത്തിലേക്ക് മാറ്റുകയും ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ കൂടി ഇടപെടലോടെ കാലിലെ പേശികളുടെ തളർച്ച പരമാവധി കുറച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു. സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുമായിരുന്ന ശസ്ത്രക്രിയ സർക്കാരിന്റെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് ചെയ്തത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക എന്നിവരുടെ ഏകോപനത്തിൽ ജനറൽ സർജറി വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ രവീന്ദ്രൻ, സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ശരത് കൃഷ്ണൻ,
ഡോക്ടർ സഹീർ, ഡോക്ടർ സുമിൻ, ഡോക്ടർ ജുനൈദ്, ഡോക്ടർ സൗന്ദര്യ എന്നിവരും അനസ്തീഷ്യ വിഭാഗം തലവൻ ഡോക്ടർ ബാബുരാജ്, ഡോക്ടർ മനീഷ, ഡോക്ടർ മെറിൻ, ഡോക്ടർ ജസ്മിൻ എന്നിവരും നഴ്സിംഗ് വിഭാഗത്തിൽ നിന്നുള്ള സൂര്യ ജഗനുമാണ് ശസ്ത്രക്രിയയിൽ പങ്കെടുത്തത്. മീഡിയ ടൈം, തൃശൂർ. കുർബാന തർക്കത്തിൽ സീറോ മലബാർ സഭ പിളർപ്പിലേക്ക്. സിനഡ് കുർബാന ചൊല്ലാത്തതിന്റെ പേരിൽ വൈദികരെ പുറത്താക്കിയാൽ എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര കത്തോലിക്ക സഭയായി മാറുമെന്നാണ് വിഘടിത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇക്കാര്യം മേജർ ആർച്ച് ബിഷപ്പിനെയും സഭാ നേതൃത്വത്തെയും അറിയിച്ചു. സിനഡ് കുർബാന എന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ അന്ത്യശാസനം തള്ളിക്കളയുന്നെന്നും കടുത്ത നടപടികളിലേക്ക് പോയാൽ അതിരൂപതയുടെ പള്ളികളും സ്വത്തുക്കളും സ്വതന്ത്ര സഭയുടെ ഭാഗമായി മാറുമെന്നും വിഘടിത വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ത്യാഗസ്മരണകൾ പങ്കുവച്ച് വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമായി വിശ്വാസികൾ ആഘോഷത്തിന്റെ നിറവിൽ. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന തരത്തിൽ കൺട്രോൾ റൂം സജ്ജമാക്കുമെന്നും ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും ഉറപ്പാക്കും. അഴീക്കോട് 2 ഇടങ്ങളിൽ മോഷണം, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. അഴീക്കോട് പുത്തൻപള്ളിക്ക് സമീപം കളറാട്ട് പ്രദേശത്താണ് മോഷണം നടന്നത്. ഇതോടെ ന്യൂസ് 10 സമാപിച്ചു. നമസ്കാരം.